ഹുപ്ലിയിലിറങ്ങിയ പുലിയെക്കുറിച്ചുള്ള പേടി ഒരു ഭാഗത്ത് നിൽക്കെ തന്നെ ഒട്ടും പേടിപ്പിക്കാത്ത, സന്തോഷിപ്പിക്കുന്ന, ചിരിപ്പിക്കുന്ന, ആഹ്ലാദം പകരുന്ന പുലികളെ കൊണ്ട് നിറയാൻ പോകുകയാണ് തൃശ്ശൂർ നഗരം. തൃശ്ശൂർ നഗരത്തെ വിറപ്പിക്കാൻ എന്നാണ് ഞങ്ങളുടെ കേരള വിഷൻ ന്യൂസ് അങ്ങോട്ടേക്ക് പറഞ്ഞുവിട്ട ഒരു പെൺപുലി അടക്കമുള്ള 4 പുലികൾ നമ്മൾക്ക് വാർത്ത നൽകിയിട്ടുള്ളത്. വാസ്തവത്തിൽ തൃശ്ശൂർ നഗരത്തെ വിറപ്പിക്കാൻ മാത്രമല്ല, ചിരിപ്പിക്കാനും സ്നേഹിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ഒക്കെ കൂടിയാണ്. അർമാദത്തിൽ, ആവേശത്തിൽ ആറാടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പുലികൾ ഇറങ്ങാൻ പോകുന്നത്. സ്വരാജ് റൗണ്ടിൽ നിന്ന് വൈകിട്ട് അരമണികിലേക്ക് താളത്തിൽ ചുവടുവെച്ച് 350-ലേറെ പുലികൾ ഇറങ്ങാൻ പോകുന്നു. കേരള വിഷൻ ന്യൂസിൽ നിന്ന് അവിടേക്ക് ക്യാമറയും മൈക്കും തൂക്കി പോയിരിക്കുന്ന 4 പുലികൾ നമ്മോടൊപ്പം ചേരുന്നു, ഒരു പെൺപുലി അടക്കം. അവർക്ക് ഈ നിമിഷം അവിടെ നിന്ന് എന്താണ് പറയാനുള്ളതെന്ന് കാണാം, കേൾക്കാം. പൊലി പൊലി പുലികളി, പൊളി പൊളി പുലികളി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺ മെഡിക്കൽ ആൻഡ് റിസർച്ച് സെന്റർ, എ യൂണിറ്റ് ഓഫ് തൃശൂർ ഹാർട്ട് ഹോസ്പിറ്റൽ ലിമിറ്റഡ്, ഫസ്റ്റ് NABH അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ഇൻ തൃശൂർ. ആന്റണി ജിസ് ജോർജ് എന്ന ആൺപുലി, കാളിദാസൻ എന്ന ആൺപുലി, മേഘന എന്ന പെൺപുലി, 3 പേരും ഇപ്പോൾ സ്വരാജ് റൗണ്ടിൽ അടക്കം പുലികൾ വരാൻ പോകുന്നതിന് മുന്നോടിയായി നമ്മോട് പുലി വിശേഷങ്ങൾ പങ്കുവെക്കുന്നു. പറഞ്ഞോളൂ. ബനേഷ്, ഒരു പുലിയെ വിട്ടുപോയി. ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ പുലി പുപ്പുലി, അത് നമ്മുടെ ഈ ഇവന്റിന്റെ കോർഡിനേറ്ററും ഒക്കെയായ നമ്മുടെ നിബിൻ നവാസ് കൂടി നമ്മൾക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും നമ്മൾ ആവേശത്തിന്റെ പരകോടിയിലേക്ക് എത്തുകയാണ് ബനേഷ്. ഇനി 3 മണിക്കാണ് ഈ ഏതാണ്ട് ഔദ്യോഗികമായി പുലി ഇറക്കം തുടങ്ങുന്നത്. 4 മണിക്ക് ശേഷമായിരിക്കും. 4 മണിക്ക് ശേഷം. അപ്പോൾ നമ്മളിപ്പോ നിൽക്കുന്ന ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇതാണ് വടക്കേ നടുവിലാലിന് തൊട്ട് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ എന്താണ് ആന്റണി? അതും കൂടി ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് തുടങ്ങാം. തീർച്ചയായും നടുവിനാലിലാണ് നമ്മൾ ഇവിടെ ഉള്ളത്. ഇവിടെ ഗണപതി ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. ഇവിടെ തേങ്ങ ഉടച്ച ശേഷമാണ് ഓരോ ടീമുകളും അവരുടെ മത്സരത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ പല വഴികളിലൂടെ ആണ് ഈ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഇന്ന് അതിന് മുന്നോടിയായിട്ട് പലതവണ തേങ്ങയുടക്കി സ്വാമി എന്ന് കേൾക്കേണ്ടി വരുമല്ലേ? എങ്ങനെ ഒരിക്കൽ കൂടി ഒന്നും കൂടി പറയാം. തേങ്ങയുടക്കി സ്വാമി എന്ന് പറയേണ്ടി വരുമോ? ഇല്ല, അതെല്ലാരും വന്നിട്ട് തേങ്ങ ഉടയ്ക്കും, അത് ഉറപ്പാണ്. അതെ, എങ്ങനെ എന്തൊക്കെ സംഭവിച്ചാലും തേങ്ങ ഉടയ്ക്കും, അത് ഉടപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ അടിച്ച് കയറി വാ, തൃശ്ശൂർ ഞങ്ങൾ ഇങ്ങോട്ട് എടുക്കുക എന്നുള്ളതാണ് ഇന്നിപ്പോ കാളിദാസൻ വന്ന സമയം മുതൽ പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് നമ്മളോടൊപ്പം ചേരാൻ വരുന്നുണ്ട്. എന്താ ചേട്ടാ പേര്? പുത്തൂര്. എല്ലാ പ്രാവശ്യം പുലികളി കാണാൻ വരാറുണ്ടോ? എങ്ങനെയുണ്ട് പുലികളുടെ വിശേഷങ്ങൾ? എന്തൊക്കെയാണ് ഇപ്രാവശ്യം? എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? ശരിക്കും ഫസ്റ്റിൽ നമ്മള് പുലിക്കളി വേണ്ടത് വെച്ചായിരുന്നു. പിന്നെ കാര്യം കൊറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ നമ്മുടെ വയനാട്ടിലത്തെ ദുരന്തം നമ്മൾ പ്രഖ്യാപിച്ചിട്ട് നമ്മള് പുലിക്കളി വേണ്ടത് വെച്ചായിരുന്നു. പിന്നെ ആകെ വീണ്ടും നഷ്ടമാകുന്നു. ഇപ്പൊ വീണ്ടും പുലിക്കളി വന്നപ്പോ പിന്നൾക്ക് ഇഷ്ടായി, ആവേശമായോ? ഇപ്പൊ വീണ്ടും പുലിക്കളി ഒരു പ്രാവശ്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വന്നപ്പോ ആവേശമായി. അപ്പോ ഈ തൃശ്ശൂരിന്റെ ആവേശം നമുക്ക് പറഞ്ഞു തന്നത് ആഷിഖാണ്. ആഷിഖ് ഒരു ആർപ്പൊക്കെ വിളിച്ച് ഗംഭീരമായിട്ട് ആ ആവേശം നമ്മളിലേക്ക് പകർന്നു വന്നു. അപ്പൊ അതായത് നമ്മുടെ പെൺപുലി കുറെ നേരമായി നമ്മളോട് കൂടെ ഉണ്ട്. അവർ രാവിലെ മുതല് അവള് സ്റ്റെപ്പ് പഠിക്കുന്നു, ബസ്സിൽ കയറുന്നു. അതെ, ഒരു പ്രാവശ്യം ബസ്സിന് മുമ്പ് ചാടി വൈറലാക്കിയതാണ്. ആ പേരൊന്ന് മാറ്റിയെടുക്കാൻ അതെ, ഇപ്രാവശ്യം ബസ്സിൽ കയറിയിട്ട് എന്താ പറയാ, ഒരു ടിക്കറ്റ് പോലും എടുക്കാൻ സമ്മതിച്ചില്ലാന്ന് പറഞ്ഞു. അത്രയ്ക്ക് സ്നേഹമായിരുന്നു. വേറൊരു കാര്യം പറയാനുള്ളത്, മേഘന കുറെ നേരം മിസ്സിംഗ് ആയിരുന്നു. ആ പുലികളിക്കാരോടൊപ്പം ആയിരുന്നു തോന്നുന്നു. മേഘന പുതിയ സ്റ്റെപ്പുകൾ വല്ലതും പഠിച്ചിട്ടുണ്ടോ? ഇന്ന് വൈകുന്നേരം ഞാൻ റിപ്പോർട്ടിംഗ് മിസ്സാവാൻ സാധ്യതയുണ്ട് ബനേഷ് സാർ. അതായത് ഒന്ന് പുലികളിക്ക് ഇറങ്ങിയാലോ എന്നുള്ളൊരു ആലോചന എനിക്കുണ്ട്. മഞ്ഞപ്പുലി വേഷം ധരിച്ചാണല്ലോ നിൽക്കുന്നത്. മഞ്ഞപ്പുലിയുടെ മൂളിപ്പാട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വേഷം ധരിച്ചിട്ടാണല്ലോ മേഘനയുടെ നിൽപ്പ് അവിടെ തയ്യാറായിട്ട്. തീർച്ചയായും ബനേഷ്, അതായത് ആദ്യത്തെ തൃശൂർ പുലിക്കളി അനുഭവമാണ്. അത് അത്രയേറെ ഒരു നവ്യാനുഭവമായി, അല്ലെങ്കിൽ അത്രയേറെ അത് ഉപയോഗിക്കണം, അല്ലെങ്കിൽ അതിൽ അർമാദിക്കണം എന്നുള്ള ഒരു ആവശ്യം, അല്ലെങ്കിൽ അത്തരത്തിൽ തന്നെയാണ് തൃശൂർക്ക് വണ്ടി കയറിയത്. ഇന്ന് രാത്രി 10 മണിക്ക് ഇവിടെ നിന്ന് വണ്ടി കയറുന്നുണ്ടെങ്കിൽ നമ്മളത്
അർമാദിച്ചിരിക്കും. അത് ബനേസാർ അടക്കമുള്ള ഡെസ്ക് അടക്കമുള്ള എല്ലാ ടീമും മേഖല നിൽക്കുമ്പോ തന്നെ സ്റ്റെപ്പോട് കൂടിയാ നടക്കുന്നത് അല്ലേ? ചെണ്ടയുടെ താളെങ്കിലുണ്ട്. അതെ, ആവേശമാണ് ബനേഷ്. അതായത് അത് രാത്രി 10 മണിയോടുകൂടി അവിടെ നിന്ന് പുലികളി കഴിഞ്ഞ് അവിടെ നിന്ന് വണ്ടി കയറാമെന്ന് കരുതേണ്ട. കാരണം പുലികളി 11 മണി വരെ നീളുകയാണെങ്കിൽ അപ്പോഴും അവിടെ നമ്മൾ തുടരണം. 12 മണി വരെയാണെങ്കിൽ ആ പാതിരാത്രിയിലും പുലികളി തുടരുകയാണെങ്കിൽ അവിടെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന കാര്യം ആലോചിച്ചാൽ മതി. അതൊക്കെ അത്രയേ ഉള്ളൂ. തീർച്ചയായും. അതായത് ബനേഷ്, അതിന് ഒരൊറ്റ കാര്യമുണ്ട്. ഞാൻ ഉള്ളിടത്തോളം കാലം പരിപാടി തീരാതെ എന്തായാലും ഇവരെ ഒന്നും വിടത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. വൈകുന്നേരം 5 മണിയാവും. പരിപാടി തീർന്നാലും ഞങ്ങൾ ഇവിടുന്ന് വരുന്നില്ല. എല്ലാ ആവേശവും മൊത്തം കഴിഞ്ഞിട്ടേ ഞങ്ങൾ വരുന്നുള്ളൂ. അതെ, പരിപാടി തീർന്നു കഴിഞ്ഞാലും വരത്തില്ല എന്നല്ല. നാളെ രാവിലെ ഈ തൃശ്ശൂർ എന്ന് പറയുന്നത് തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് സംസാരിച്ച ഓരോരുത്തരും അത് തൃശ്ശൂർ പുലിക്കളിയുടെ ആവേശം അത് ഓരോ മനുഷ്യരിലും ഉണ്ട്. അത് വരത്തന്മാരായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ദുബായിൽ നിന്ന് ലീവ് എടുത്തിട്ട് തൃശ്ശൂർ വന്ന് ഈ പുലിക്കളി കാണാൻ എത്തിയവരുണ്ട്. അതായത് അത്രയേറെ ആവേശം, ഒരു പൂരം തന്നെയാണ്. അതായത് ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഉത്രാടം കഴിഞ്ഞ് 4-ാം ഓണം നാളാണ് ഇവിടെ ആഘോഷം. ഇന്നത്തെ കൂടി ഓണാഘോഷം അവസാനിക്കും. അതുകൊണ്ട് എല്ലാവരും സർവ്വസജ്ജമായി ഇവിടെ ആഘോഷിക്കാൻ തുടങ്ങും. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ, അതായത് ഒരു 2 മണിയോട് കൂടി തന്നെ ഈ ഒരു അതായത് ഇവിടുത്തെ മെയ് എഴുത്തൊക്കെ അവസാനിക്കും. അതിനുശേഷം ചെണ്ടമേളം സജീവമാകും. പിന്നീട് 4 മണിക്ക് ശേഷം ഓരോ ടീമായി ഓരോ ദേശക്കാരായി ഈ നടുവിലാ ക്ഷേത്രത്തിൽ ഗണപതി ക്ഷേത്രത്തിൽ തേങ്ങയൊടച്ച്, അതായത് വലിയ തേങ്ങയടി മേളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇവിടെ ഒരു പുലി മേളമായിരിക്കും. നമ്മുടെ ഒരു ഇൻട്രോ പറയുന്നത്, അതായത് പൊളി 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 പുലികളി പുലികളി അത് തന്നെയുള്ളൂ. അതായത് അത്രയും സർവ്വസജ്ജമാണ് ഇവിടെ തൃശ്ശൂർ. അതായത് വടക്കുന്നാഥന്റെ മുന്നിൽ നമ്മളും. എനിക്ക് തോന്നുന്നു കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിന്റെ ഒപ്പം പറഞ്ഞു പോകേണ്ടതുണ്ടെന്ന് തോന്നുന്നു. എത്ര ടീമുകളാണ് പങ്കെടുക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ തവണത്തെക്കാൾ സമ്മാനത്തുക ഉയർത്തിയിട്ടുണ്ടെന്ന് ഇത്തവണ സമ്മാനത്തുക ഉയർത്തിയിട്ടുണ്ട്. അത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള തുകയെ തന്നെ ഇത്തിരി ഈ സർക്കാരിന്റെ ശമ്പള സ്കെയിൽ പോലെ അങ്ങനത്തെ ഒരു വ്യത്യസ്തമായിട്ടുള്ള തുകകളാ. അതായത് ഇതിന്റെ ഒന്നാം സമ്മാനം വന്നിട്ട്, അതായത് പുലികളിയിൽ ഒന്നാം സമ്മാനം 62,500 രൂപ, രണ്ടാം സ്ഥാനത്തെത്തുന്നവർക്ക് 50,000 രൂപ, മൂന്നാം സ്ഥാനത്തെത്തുന്നവർക്ക് 43,750 രൂപ. അതിലൊരു രസമുള്ള കണക്കാണ്. 62,500, 50,000, അതേപോലെ തന്നെ 43,750. അതേപോലെ തന്നെ ടാബ്ലോ നിശ്ചല ദൃശ്യത്തിന് 50,000, 43,750, അതേപോലെ തന്നെ 37,500, 37,500. അങ്ങനെ അതേപോലെ തന്നെ ഈ പുലിവേഷം പുലിവണ്ടിക്കും 12,500, 9,375. അങ്ങനെ ഇങ്ങനെയാണ് അതിന്റെ ഒരു ഇത് പോകുന്നത്. അതേപോലെ തന്നെ 8 അടിയാണ് ഇപ്രാവശ്യത്തെ ട്രോഫിയുടെ വലുപ്പം. സമ്മാനത്തിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവർക്ക് ഈ ചെലവ് താങ്ങാൻ കഴിയുക എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ 25% ഈ ചെലവടക്കം ഇവർക്ക് കൂട്ടിക്കൊടുത്തിട്ടുണ്ട് സർക്കാർ. അത് ഉയർത്തിയിട്ടുണ്ട്. കോർപ്പറേഷന്റെ ഫണ്ട് അത് സർക്കാരിൽ നിന്ന് അവർ ആവശ്യപ്പെട്ട് അതൊരു വലിയ മാറ്റമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. കാരണം മാത്രമല്ല, ഈ ഞാൻ പറഞ്ഞ ടീമുകൾ എന്ന് പറയുന്നത് 7 ടീമുകളാണ് അണിനിരക്കുന്നത്. ശങ്കരൻ കുളങ്ങര ദേശം, അതുപോലെ തന്നെ സീതാറാം മിൽ ദേശം, കാനാട്ടുകര, ചാക്കമുക്ക്, പാട്ടുരായിക്കൽ, വിയൂർ ദേശം, വിയൂർ യുവജന സമാജം എന്നീ 7 ടീമുകളാണ് ഇത്തവണ ഈ ഇതിൽ അണിനിരക്കുന്നത്. അതിൽ ഈ 4 ഉണ്ടായിരുന്നത്. ഇത്തവണ ഈ പാട്ടുരായിക്കലിന് ഒരു പ്രത്യേകത, അവർ ഒരു വലിയ കംബാക്ക് നടത്തുന്നു എന്നുള്ളതാണ്. 17 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചില കളികൾ കാണാനും ചിലത് കളിക്കാനും പഠിപ്പിക്കാനും. വേറൊരു കാര്യം കൂടിയുണ്ട്. പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണെന്നാണ് അവർ പറയുന്നത്. അവരുടെ കുറെ സസ്പെൻസുകൾ അവരവിടെ ഒടുക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവർ പറഞ്ഞത് സർപ്രൈസ് എലമെന്റ് ഉണ്ട് എന്നുള്ളത്. 17 വർഷം ഇങ്ങനെ സ്വരുക്കൂട്ടി വെച്ചിട്ടുള്ള ആവേശമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഒരു സർപ്രൈസ് എലമെന്റ് ഉണ്ട്. അത് ഇന്ന് 6 മണിക്ക് ഈ റൗണ്ടിൽ കാണാൻ പറ്റുന്നതാണ് അവർ പറഞ്ഞത്. ആശ്ചര്യപ്പെടുത്തുന്ന ധാരാളം എലമെന്റുകൾ വരട്ടെ, അത് നമ്മുടെ റിപ്പോർട്ടിങ്ങിലും പ്രേക്ഷകർക്ക് കാണാം. ഇന്ന് വൈകിട്ട് 5 മണി മുതൽ ഈ പുലികളി തീരുന്ന പാതിരാ വരെ നീളെങ്കിൽ അത്രയും നേരം നമ്മൾ തുടർച്ചയായി കേരള വിഷൻ ന്യൂസിന്റെ മുഴുവൻ ക്യാമറകളും മുഴുവൻ മൈക്കുകളും ഈ പുലികളുടെ മുഖത്തായിരിക്കും, പുലികളുടെ വയറിൻ തുമ്പത്തായിരിക്കും, പുലികളുടെ മേളവിന്യാസങ്ങളിലായിരിക്കും, പുലികളുടെ രൗദ്രങ്ങളിലായിരിക്കും. അതെല്ലാം കാണാം ഇന്ന് വൈകിട്ട് 5 മുതൽ തത്സമയം കേരള വിഷൻ ന്യൂസിലൂടെ ഈ പുലികളിയുടെ സമ്പൂർണ്ണ രൂപം. ഇപ്പോൾ നമ്മൾക്ക് വിയൂർ ദേശം ഏത് രീതിയിലാണ് ഈ പുലികളിയിലേക്ക് തയ്യാറായിട്ടുള്ളത് എന്ന് മേഘ്ന മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം.